നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും വനസംരക്ഷണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനുമായി നിലമ്പൂർ നോർത്ത് വനം ഡിവിഷൻ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം അരുവാക്കോടുള്ള കനോലി ഇക്കോ ടൂറിസം സെന്ററിൽ നടന്നു. നാടുകാണാനിറങ്ങിയ കാട്ടുപോത്ത് നാട്ടുകാർക്ക് ഒരേ സമയം കൗതുകവും ആശങ്കയും പകർന്നു. മുണ്ടേരി തമ്പുരാട്ടിക്കല്ലിലാണ് ഞായറാഴ്ച വൈകിട്ട് കാട്ടുപോത്ത് ഇറങ്ങിയത്. മൂപ്പേട് പഞ്ചായത്തിൽ പൊതുശ്മശാനത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ജൽജീവൻ മിഷൻ കുടിവെള്ള ജലസംഭരണി അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും മൂത്തേടം പഞ്ചായത്ത് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ശ്മശാന റോഡിൽ സമരപ്പന്തൽ നിർമ്മിച്ചു. 10 ലിറ്റർ മദ്യവും സ്കൂട്ടറുമായി യുവാവിനെ മഞ്ചേരി എക്സൈസ് പിടികൂടി. എളങ്കൂർ സ്വദേശി സുജീഷിനെയാണ് മഞ്ചേരി എക്സൈസ് പിടികൂടിയത്. 60 കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഒരാൾ എക്സൈസിന്റെ പിടിയിൽ. കക്കാടംപൊയിൽ സ്വദേശി കുഴിക്കണ്ടത്തിൽ വീട്ടിൽ രാജേഷിനെയാണ് നിലമ്പൂർ എക്സൈസ് പിടികൂടിയത്. നിലമ്പൂർ മേഖലയിലെ മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഗുണകരമാകുന്ന വിവിധ പദ്ധതികൾക്ക് ബുധനാഴ്ച തുടക്കമാകും. രാവിലെ 10:30 നിലമ്പൂർ വെറ്റിനറി ആശുപത്രി പരിസരത്ത് വെച്ച് ഉദ്ഘാടന ചടങ്ങ് നടത്തുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും വനസംരക്ഷണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനുമായി നിലമ്പൂർ നോർത്ത് വനം ഡിവിഷൻ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം അരുവാക്കോടുള്ള കനോലി ഇക്കോ ടൂറിസം സെന്ററിൽ നടന്നു. ഈസ്റ്റേൺ സർക്കിൾ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് കെ വിജയാനന്ദൻ IFS ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വനം വന്യജീവി പ്രശ്നം കൂടുതലുള്ള ഒരു മേഖലയാണ് നമ്മുടെ നിലമ്പൂർ മേഖല. ഇതൊരു പ്രധാന ഹോട്ട്സ്പോട്ടാണ്. കേരളത്തിലെ മൊത്തം ഒരു 12 ലൊക്കേഷനുകളിൽ പ്രധാന ഹോട്ട്സ്പോട്ടായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊരു ഹോട്ട്സ്പോട്ടാണ് നമ്മുടെ നിലമ്പൂർ മേഖല. ആൽമോസ്റ്റ് എല്ലാ ദിവസവും ഇവിടെ നമുക്ക് പ്രത്യേകമായിട്ടുള്ള RRD ടീമുണ്ട്. അതല്ലാതെ സ്പെഷ്യൽ ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ഫോഴ്സുണ്ട്. പിന്നെ ഇവിടെ ഉള്ള മിക്കവാറും എല്ലാ സ്റ്റേഷനും ഒരു RRD പോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സ്റ്റാഫ് നേരിടുന്നുണ്ട്. ഈ വളരെ അടുത്തൊരു 3 മാസം തന്നെ നമ്മൾ ഇവിടെ ഒരു നിലമ്പൂർ സൗത്തിലെ ഒരു 6 മാസം മുമ്പ് ഒരു കടുവായി പിടിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് നമ്മുടെ പുലിയെ പിടിച്ച് നമ്മൾ കാട്ടിട്ടുണ്ട്. വളരെ റീസെന്റ് ആയിട്ട് ഒരു കരടി നമ്മൾ പിടിച്ചിട്ടുണ്ട്. വന്യജീവികളെ തുരത്തുന്നതിനായുള്ള 12 ബോർ പമ്പ് ആക്ഷൻ ഗൺ, വനത്തിലെ തീപിടുത്തം തടയുന്നതിനുള്ള അഗ്നി പ്രതിരോധ ഉപകരണങ്ങൾ എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു. കൂടാതെ വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയുവാൻ സഹായിക്കുന്ന ആധുനിക ഫൈബർ ഗ്ലാസ് ഹാങ്ങിംഗ് ഫെൻസിംഗിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. വെറ്റിനറി, ക്ലിനിക്കൽ, പോസ്റ്റ്മോർട്ടം ലബോറട്ടറി എന്നിവയ്ക്കായുള്ള അത്യാധുനിക ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനവും വനസംരക്ഷണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ചുവർ ചിത്രങ്ങളും ചടങ്ങിൽ സമർപ്പിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനും വനാഗ്നി പ്രതിരോധിക്കുന്നതിനുമുള്ള സുരക്ഷാ സാമഗ്രികളുടെ വിതരണവും നടന്നു. നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ധനേഷ് കുമാർ P IFS ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സൂരജ് P സ്വാഗതം പറഞ്ഞു. വിങ്സ് ആർട്സ് കോളേജിലെ വിദ്യാർത്ഥിനികളുടെ പ്രാർത്ഥനയോടെയാണ് ചടങ്ങിൽ നിലമ്പൂർ സൗത്ത് DFO G ധനിക്ലാൽ, ADCF മാരായ മിഥുൻ മോഹൻ SB, ശിവാനി സിംഗ്, അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ അനീഷ സിദ്ദിഖ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. വിവിധ റേഞ്ച് ഓഫീസർമാരായ ഷെരീഫ് P, വിമൽ P, ഷബ്നാസ് MN എന്നിവരും JCI ഗോൾഡൻ വാലി പ്രസിഡന്റ് ജിനി സാംസൺ, വിങ്സ് ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ സോണിയ എന്നിവരും പങ്കെടുത്തു. റിസർവ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അരുൺ K നായർ നന്ദി രേഖപ്പെടുത്തി. നാടുകാണാനിറങ്ങിയ കാട്ടുപോത്ത് നാട്ടുകാർക്ക് ഒരേ സമയം കൗതുകവും ആശങ്കയും പകർന്നു. മുണ്ടേരി തമ്പുരാട്ടിക്കല്ലിലാണ് ഞായറാഴ്ച വൈകിട്ട് കാട്ടുപോത്ത് ഇറങ്ങിയത്.
മുണ്ടേരി വിത്ത് കൃഷി തോട്ടത്തിൽ നിന്നും എത്തിയ പോത്ത് സ്കൂൾ പടി കടന്ന് ഇല്ലിക്കൽ നിസാമിന്റെ വീടിന് സമീപത്ത് കൂടി അങ്ങാടിക്കടുത്തുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ 1.5 മണിക്കൂറോളം കറങ്ങി നടന്നു. ആക്രമണ സ്വഭാവം കാണിച്ചില്ലെങ്കിലും നാട്ടുകാർ ജാഗ്രതയോടെയാണ് നിലകൊണ്ടത്. വിവരമറിഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തോക്കും പടക്കങ്ങളുമായി സ്ഥലത്തെത്തിയിരുന്നു. നാട്ടിലിറങ്ങിയ കാട്ടുപോത്തിനെ കാണുവാൻ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് തമ്പുരാട്ടിക്കല്ലിൽ എത്തിയത്. ഒടുവിൽ നാട്ടുകാരും വനംവകുപ്പും ജീവനക്കാരും ചേർന്ന് കാട്ടുപോത്തിനെ മുറം തൂക്കി കാനക്കുത്ത് വനമേഖലയിലേക്ക് ഓടിച്ചുവിട്ടു. മൂത്തേടം പഞ്ചായത്തിൽ പൊതുശ്മശാനത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ജലജീവൻ മിഷൻ കുടിവെള്ള ജലസംഭരണി അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ശ്മശാനം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും മൂത്തേടം പഞ്ചായത്ത് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ശ്മശാന റോഡിൽ സമരപ്പന്തൽ നിർമ്മിച്ചു. പഞ്ചായത്തിലെ മുതിർന്ന കാര്യകർത്താവ് പനമ്പറ്റ എം നാരായണൻ കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു. ഐക്യവേദി സെക്രട്ടറി സംപ്രീത് കെ ഭാസ്കരൻ സ്വാഗതം പറഞ്ഞു. രക്ഷാധികാരി എം സുരേഷ് കുമാർ വെള്ളാരമുണ്ട, നിഷാദ്, രാമചന്ദ്രൻ, കുട്ടൻ സി, കൃഷ്ണൻ കെ, ഇന്ദ്രജിത്ത്, ദീപു, മുഞ്ഞിമാൻ, സുധീഷ് എന്നിവർ നേതൃത്വം നൽകി. 10 ലിറ്റർ മദ്യവും സ്കൂട്ടറുമായി യുവാവിനെ മഞ്ചേരി എക്സൈസ് പിടികൂടി. എളങ്കൂർ സ്വദേശി സുജീഷിനെയാണ് മഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ MN രഞ്ജിത്തും സംഘവും പിടികൂടിയത്. സ്കൂട്ടറിൽ കൊണ്ടുനടന്ന് മദ്യവിൽപ്പന നടത്തുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ MN രഞ്ജിത്ത്, പ്രിവന്റീവ് ഓഫീസർ സഫീർ അലി പി, സിവിൽ എക്സൈസ് ഓഫീസർ സുനീർ ടി, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ശ്രുതി എ, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ M ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നത്. മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കിയ പ്രതിയെ മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു. 60 കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഒരാൾ എക്സൈസിന്റെ പിടിയിൽ. കക്കാടംപൊയിൽ സ്വദേശി കുഴിക്കണ്ടത്തിൽ വീട്ടിൽ രാജേഷിനെയാണ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ TH ഷഫീഖിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചു വച്ചിരുന്ന 30 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് കണ്ടെടുത്തത്. കഴിഞ്ഞ വർഷം 20 ലിറ്റർ മദ്യം വിൽപ്പനയ്ക്കായി കൈവശം വെച്ച കുറ്റത്തിന് ഇയാളെ നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടർ TH ഷഫീഖ് കേസെടുത്ത് റിമാൻഡ് ചെയ്തിരുന്നു. സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാകേഷ് ചന്ദ്രൻ, എബിൻ സണ്ണി, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഇ ഷീന എന്നിവർ അടങ്ങിയ സംഘമാണ് കേസെടുത്തത്. നിലമ്പൂർ മേഖലയിലെ മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഗുണകരമാകുന്ന വിവിധ പദ്ധതികൾക്ക് ബുധനാഴ്ച തുടക്കമാകും. രാവിലെ 10:30 നിലമ്പൂർ വെറ്റിനറി ആശുപത്രി പരിസരത്ത് വെച്ച് ഉദ്ഘാടന ചടങ്ങ് നടത്തുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിലമ്പൂർ മേഖലയിലെ പട്ടികവർഗ ഉന്നതികളിൽ മൃഗസംരക്ഷണ പ്രവർത്തനം ശക്തിപ്പെടുത്താനായി ബഹുമാനപ്പെട്ട PV അബ്ദുൽ വഹാബ് MPയുടെ പ്രാദേശിക വികസന നിധിയിൽ നിന്ന് അനുവദിച്ച മൊബൈൽ മൃഗസംരക്ഷണ സഹായ യൂണിറ്റിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 18 10:30 നിലമ്പൂർ വെറ്റിനറി ഹോസ്പിറ്റൽ പരിസരത്ത് നടക്കുകയാണ്. വെറ്റിനറി സർവകലാശാല, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെയാണ് ഈ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. കൂടാതെ നിലമ്പൂർ മൃഗാശുപത്രി കെട്ടിടത്തിൽ ആരംഭിക്കുന്ന വെറ്റിനറി സർവകലാശാല നടപ്പിലാക്കുന്ന ലൈഫ് പദ്ധതി കീഴിലുള്ള വിജ്ഞാന വ്യാപന കേന്ദ്രം, മലബാരി ആട് വർഗോദ്ധാരണ പദ്ധതി എന്നിവയുടെ ഉദ്ഘാടനവും ഗുണഭോക്താക്കൾക്കുള്ള ആനുകൂല്യ വിതരണവും ചടങ്ങിൽ നടക്കും. ശ്രീ PV അബ്ദുൽ വഹാബ് MP, ശ്രീ ആര്യാടൻ ഷൗക്കത്ത് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PA ജബ്ബാർ ഹാജി, മുനിസിപ്പൽ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് എന്നിവരും മറ്റ് ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ്. മേഖലയിലെ ആദിവാസി ഉന്നതികളിൽ സേവനമെത്തിക്കുന്നതിനായുള്ള സഞ്ചരിക്കുന്ന മൃഗസഹായ കേന്ദ്രം, വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായുള്ള വിജ്ഞാന വ്യാപന കേന്ദ്രം, മലബാരി ആട് വർഗോദ്ധാരണ പദ്ധതി എന്നിവയ്ക്കാണ് തുടക്കമിടുന്നത്. PV അബ്ദുൽ വഹാബ് MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചെലവിട്ട് ആരംഭിക്കുന്നതാണ് സഞ്ചരിക്കുന്ന മൃഗസഹായ യൂണിറ്റ്. ഇതിന്റെ ഫ്ളാഗ് ഓഫ് PV അബ്ദുൽ വഹാബ് MP നിർവഹിക്കും. വിജ്ഞാന വ്യാപന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ആര്യാടൻ ഷൗക്കത്ത് MLAയും മലബാരി ആട് വർഗോദ്ധാരണ പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജിയും നിർവഹിക്കും. വിവിധ ആനുകൂല്യ വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥും നിർവഹിക്കുമെന്ന് ഡോക്ടർ നീന ആൻസി സക്കറിയ, ഡോക്ടർ ഷൗക്കത്ത് അലി വടക്കുംപാടം, ഡോക്ടർ KN നൌഷാദ് അലി എന്നിവർ പറഞ്ഞു. ജോയിന്റ് കൌൺസിൽ നിലമ്പൂർ മേഖലാ സമ്മേളനം നടന്നു. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി K മുകുന്ദൻ മേഖലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന ബജറ്റിൽ 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഉത്തരവിറങ്ങാത്തതിനാലും സമയപരിമിതി ഉള്ളതിനാലും ശമ്പള പരിഷ്കരണം അനന്തമായി നീണ്ടുപോകുവാനും അടുത്ത സർക്കാരിന്റെ കാലത്തേക്ക് മാറ്റിവെക്കപ്പെടുവാനും സാധ്യതയുള്ളതിനാൽ ജീവനക്കാർ ആശങ്കയിലാണെന്നും ശമ്പള പരിഷ്കരണ നടപടികൾ വേഗത്തിലാക്കി സേവന വേതന വ്യവസ്ഥകൾ സംബന്ധിച്ച ഇടക്കാല റിപ്പോർട്ട് അടിയന്തരമായി ലഭ്യമാക്കി
നടപ്പാക്കി. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ശമ്പള പരിഷ്കരണം ജീവനക്കാർക്ക് അനുഭവവേദ്യമാക്കണമെന്നും സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ജോയിന്റ് കൌൺസിൽ നിലമ്പൂർ മേഖലാ പ്രസിഡന്റ് കെ രൂപീഷ് അധ്യക്ഷനായി. ജോയിന്റ് കൌൺസിൽ മലപ്പുറം ജില്ലാ സെക്രട്ടറി എസ് മോഹനൻ സംഘടനാ റിപ്പോർട്ടും മേഖലാ സെക്രട്ടറി സി കെ റിയാസ് മേഖലാ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. കെ രാജൻ, പി രാജീവ്, പി അനിൽകുമാർ, എം പ്രശാന്ത്, ഹനൂജ ടി എന്നിവർ സംസാരിച്ചു. ജോയിന്റ് കൌൺസിൽ നിലമ്പൂർ മേഖലാ വനിതാ കമ്മിറ്റി സെക്രട്ടറി സജിനി ജി സ്വാഗതവും മേഖലാ ജോയിന്റ് സെക്രട്ടറി പ്രവീൺ കുമാർ നന്ദിയും പറഞ്ഞു. കെ രൂപീഷ് പതാക ഉയർത്തി. ജോയിന്റ് കൌൺസിൽ നടപ്പിലാക്കുന്ന അഗതികൾക്കും വയോജനങ്ങൾക്കും ഭക്ഷണം ലഭ്യമാക്കുന്ന വിശക്കരുതാരും പദ്ധതിയിലേക്ക് സമ്മേളനാംഗങ്ങൾ നൽകിയ ധനസഹായം സംസ്ഥാന സെക്രട്ടറി കെ മുകുന്ദൻ ഏറ്റുവാങ്ങി. പുതിയ ഭാരവാഹികളായി കെ രൂപീഷ് മേഖലാ സെക്രട്ടറി, സി കെ റിയാസ് മേഖലാ പ്രസിഡന്റ്, പി അനിൽകുമാർ ട്രഷറർ, കെ അശ്വതി, കെ പ്രഭാകരൻ വൈസ് പ്രസിഡന്റുമാർ, പി വി നന്ദകുമാർ, ഡബ്ല്യു വിനിൽ ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. മുക്കട്ടയിൽ വാഹനാപകടം, 2 പേർക്ക് പരിക്കേറ്റു. നിർത്തിയിട്ട നാനോ കാറിൽ മറ്റൊരു കാർ വന്ന് ഇടിക്കുകയായിരുന്നു. പൂക്കോട്ടുംപാടം റോഡിൽ വലിയ പള്ളിക്ക് സമീപം ജ്യൂസ് കടയ്ക്ക് മുൻപിൽ വെച്ചാണ് അപകടമുണ്ടായത്. റോഡിന്റെ വശത്തുള്ള ബാരിക്കേഡും ജ്യൂസ് കൌണ്ടറും തകർന്ന് തോടിലേക്ക് വീണ നിലയിലാണ് കാറുള്ളത്. ഇടയിൽ ഒരു സ്കൂട്ടറും തകർന്നിട്ടുണ്ട്. ജ്യൂസ് കടക്കാരനും കടയിലെത്തിയ ആൾക്കുമാണ് പരിക്കേറ്റത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. കാക്കപ്പോയിൽ നന്മ സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസും രക്ഷിതാക്കൾക്കായി പാരന്റിംഗ് ക്ലാസും സംഘടിപ്പിച്ചു. അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് VP അഫീഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നന്മ സൗഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ പരിശീലകനും മെന്ററുമായ സിമർ മാസ്റ്റർ ക്ലാസിന് നേതൃത്വം നൽകി. പരീക്ഷാ പരിഭ്രമം ഒഴിവാക്കുന്നതിനും ആത്മവിശ്വാസത്തോടെ പരീക്ഷകളെ നേരിടുന്നതിനും വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം മാർഗനിർദ്ദേശങ്ങൾ നൽകി. കുട്ടികളുടെ വളർച്ചയിൽ രക്ഷിതാക്കളുടെ പങ്കിനെക്കുറിച്ച് നടന്ന പാരന്റിംഗ് ക്ലാസ് ഏറെ ശ്രദ്ധേയമായി. കെ രവീന്ദ്രൻ മാസ്റ്റർ, എം സുനിൽകുമാർ, പി മുകുന്ദൻ, AV സുരേഷ് ബാബു, നന്മ സൗഹൃദ കൂട്ടായ്മ സെക്രട്ടറി ടി അബ്ദുറഹ്മാൻ, വി അനീഷ്, വി രവി, ദീപ, പി മുകുന്ദൻ, എസ് സുരേഷ് ബാബു, അജിത് എന്നിവർ സംസാരിച്ചു. പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി SC/ST വിഭാഗക്കാർക്കുള്ള വാട്ടർ ടാങ്ക് വിതരണം പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ് ഉദ്ഘാടനം ചെയ്തു. ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവർക്ക് കുടിവെള്ള സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി സൗജന്യമായി നമ്മൾ ടാങ്ക് 500 ലിറ്ററിൻ്റെ ടാങ്ക് നമ്മൾ കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും കുടിവെള്ള ക്ഷാമം നേരിടുന്ന ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് അത് ഒരു വലിയ സൗകര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശാന്തിലാൽ സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ഷറഫുനീസ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു അശോകൻ പദ്ധതി വിശദീകരിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാദിഖ് അലി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദു കുന്നുമൽ, മറ്റ് മെമ്പർമാർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. കാട്ടുതീ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഫുട്ബോൾ മത്സരം ഗ്രീൻ കിക്ക് സംഘടിപ്പിച്ചു. തെരട്ടമ്മൽ ഓറിയന്റൽ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന മത്സരം മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റനും നിലവിലെ കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ യു ഷറഫ് അലി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വനസമ്പത്തിനെ കാട്ടുതീയിൽ നിന്നും സംരക്ഷിക്കുക, പ്രകൃതിയുമായുള്ള ആത്മബന്ധം പുതുക്കുക എന്ന സന്ദേശം ആഹ്വാനം ചെയ്തുകൊണ്ട് നിലമ്പൂർ നോർത്ത് ഡിവിഷൻ എടവണ്ണ റേഞ്ച് കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ ഉന്നതി നിവാസികളും മറ്റു പ്രദേശവാസികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഫുട്ബോൾ മത്സരം ഗ്രീൻ കിക്ക് സംഘടിപ്പിച്ചത്. 10 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ ഓടക്കയം AVSS ടീമിനെ പരാജയപ്പെടുത്തി കൊടുമ്പുഴ A ടീം വിജയിച്ചു. വിജയികൾക്ക് ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീർ മേത്തലയിൽ ട്രോഫി വിതരണം ചെയ്തു. കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ SHO സുനിൽകുമാർ കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എടവണ്ണ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷംനാസ് അധ്യക്ഷത വഹിച്ചു. സെഷൻ ഫോറസ്റ്റ് ഓഫീസർ സി ദിജിൽ കാട്ടുതീ ബോധവൽക്കരണ സന്ദേശം നൽകി. വനസംരക്ഷണ സന്ദേശവുമായി ബന്ധപ്പെട്ട പ്രതിജ്ഞ ഊർങ്ങാട്ടിരി പ്രസിഡന്റ് ചൊല്ലി നൽകി. JCI നിലമ്പൂർ ചാർട്ടർ പ്രസിഡന്റ് മുജീബ് ദേവശ്ശേരി, പ്രസിഡന്റ് സമീർ, JCI അരീക്കോട് ട്രഷറർ രഞ്ജിത്ത്, വാർഡ് മെമ്പർമാരായ അൻവർ, അനൂപ്, ലിസ്ന, നഹീം എന്നിവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.